എക്സാലോജിക് മാസപ്പടി കേസിൽ മകൾ വീണ വിജയൻ പ്രതിയായാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയുമെന്ന് ഉറപ്പായി. അതെങ്ങനെ സംഭവിക്കും? കന്റോൺമെന്റ് ഹൗസും പ്രതിപക്ഷ നേതൃപദവിയും പിണറായി വിജയൻ ഒരുമിച്ചൊഴിയാൻ CPM-നുള്ളിൽ ധാരണയായതാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. ഇത് സംബന്ധിച്ച ചർച്ചകൾ CPM നേതൃതലത്തിൽ തുടങ്ങി വച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിനായി വീണ വിജയനെ ED അപ്രതീക്ഷിതമായി വിളിച്ചു വരുത്തിയത് പിണറായി വിജയനെ മാത്രമല്ല പാർട്ടി നേതൃത്വത്തെയും ആശങ്കയിലായി കഴിഞ്ഞു. താൻ ഒരിക്കലും പ്രതിപക്ഷ നേതാവെന്ന പദവി ഒഴിയില്ല എന്നാണല്ലോ കഴിഞ്ഞ ദിവസവും ശ്രീ പിണറായി വിജയൻ സഭയിൽ മേശയിൽ ആഞ്ഞടിച്ച് പറഞ്ഞത്. 26 CPM MLA-മാരിൽ ചിലരൊക്കെ മേശപ്പുറത്തടിച്ച് പിന്തുണച്ചെങ്കിലും പിണറായിക്ക് തൊട്ട് പിന്നിലിരുന്ന മരുമകൻ മുഹമ്മദ് റിയാസും പിന്നെ സജി ചെറിയാനും പിന്നെ ഇടതുഭാഗത്തിരുന്ന KN ബാലഗോപാലും അത് കേട്ട് ഐസ് പോലെ മരവിച്ചിരിക്കുകയാണ്. അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലായിക്കോ. നിങ്ങളെല്ലാം പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ കൊത്തിക്കീറി വലിച്ചു നടക്കുകയായിരുന്നു. അന്നൊന്നും നമ്മളൊക്കെ തകർന്നു പോയിട്ടില്ല കേട്ടോ. അതിനെല്ലാം നേരിട്ടുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെയോ ഞങ്ങളെയോ ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ടിതാ ഇപ്പൊ CPM തകരാൻ പോകുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ യോഹിച്ച് നിൽക്കണ്ട കേട്ടോ. എങ്ങനെയാകും, എന്തടിസ്ഥാനത്തിലാകും പിണറായി തൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞങ്ങോട്ട് കൊടുക്കുക? ഇതാണ് ചോദ്യം. അങ്ങനൊരു കീഴ്വഴക്കമുണ്ടെങ്കിലോ? നേരത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ കഥയെടുക്കാം. അദ്ദേഹത്തിൻ്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ED കയറി റെയ്ഡ് നടത്തി. തൊട്ടു പിന്നാലെ ലഹരിക്കേസിലകപ്പെട്ട് ബിനീഷ് ജയിലിലായപ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാന്യമായി മാറി നിന്നു. ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കെ, ഒരു കീഴ്വഴക്കമായിരിക്കെ മകൾ വീണ T എന്ന വീണ വിജയൻ കേസിൽ പ്രതിയായാൽ പിണറായി വിജയന് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയേണ്ടി വരും, അല്ലെങ്കിൽ പാർട്ടിയിൽ ആവശ്യം വരും. നേരത്തെ വീണ താമസിക്കുന്ന തിരുവനന്തപുരത്തെ പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച കേസിൽ പ്രതികളിപ്പോഴും ജയിലിലാണ്. ഒരാൾക്ക് മാത്രമാണ് ജാമ്യം ലഭിച്ചത്. അതും CPM-കാരിയായ LDF സർക്കാർ വച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ കണ്ണുമടച്ച് പോലീസ് അന്വേഷണമൊക്കെ കഴിഞ്ഞു, ഇനി കസ്റ്റഡിയിൽ വിടാമെന്ന് ഒറ്റയടി അടിച്ചപ്പോഴത്തേക്കാണ് ഒരാൾക്ക് ജാമ്യം കിട്ടിയത്. ഇപ്പോൾ ഈ കേസിൽ EDയും കക്ഷിയേറും തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതോടെ കേസിലെ പ്രതികൾക്ക് അടുത്ത കാലത്തൊന്നും ജാമ്യം കിട്ടാനും ഒരു സാധ്യതയുമില്ല. ഇത് CPM നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. അന്നത്തെ ആ സംഭവം നടക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്ന അഭിപ്രായമുള്ളവർ CPM നേതൃത്വത്തിൽ ഏറെയുണ്ടെങ്കിലും അവരാരും പാർട്ടി വേദികളിൽ പോലും അങ്ങനെയൊരു വിഷയം പ്രതികരിച്ച് കണ്ടതേയില്ല. പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറിയാൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ ആ സ്ഥാനത്തേക്ക് സ്വാഭാവികമായി എത്തും. പക്ഷേ CPI ഉപനേതൃസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലും തീരുമാനമായേക്കാം. നിലവിൽ നിയമസഭയിൽ CPM നിരയിൽ ബാലഗോപാൽ മാത്രമാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമൊക്കെ പാർട്ടി ബ്രാഞ്ച് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ഏറെ വിമർശനങ്ങൾ വലിച്ചു വാങ്ങിയിരുന്നു. പിണറായി പ്രതിപക്ഷ നേതാവായതിലും കമ്മിറ്റികളിൽ വിമർശനമുണ്ടായി. CPM പോളിറ്റ് ബ്യൂറോയിലും എതിർപ്പ് വന്നു, സ്വാഭാവികം. പിണറായി വിജയന് വേണ്ടി CPM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പാർട്ടി PBയിൽ വോട്ടെടുപ്പ് വരെ നടത്തേണ്ടി വന്ന ഗതികേട്. മാസപ്പടി കേസിൽ മകൾ പ്രതിയായാൽ ഉറപ്പായും പിണറായി വിജയനോട് പാർട്ടി കേന്ദ്ര നേതൃത്വം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെടും. കഴിഞ്ഞ 10 വർഷം പിണറായി എന്ന മുഖ്യമന്ത്രിയെ പേടിച്ചായിരുന്നു PBയും കേന്ദ്ര ഘടകവും ഒക്കെ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർക്ക് ആ പേടിയൊന്നുമില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം മാത്രം, വെറും 26 MLA-മാരുടെ പിന്തുണ. തകർന്നുപോയ CPM-നെ എങ്ങനെയെങ്കിലും കൈപിടിച്ചുയർത്തണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, കേരളത്തിലെങ്കിലും. അല്ലെങ്കിൽ ബംഗാളിൻ്റെയും ത്രിപുരയുടെയും അവസ്ഥയായിപ്പോൾ. ആരോഗ്യ കാരണങ്ങളാൽ ഇടതു മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ ആ സ്ഥാനം ഒഴിയാനും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് പക്ഷേ പാർട്ടി ഘടകങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും എങ്ങനെ ഇരുന്നാലും ശ്രീ പിണറായി വിജയൻ തൻ്റെ മകൾ വീണ വിജയനെ പ്രതി ചേർക്കുകയോ വീണ വിജയൻ ED കേസിൽ എക്സലോജിക് CMRL മാസപ്പടി കേസിൽ അറസ്റ്റിലാകുകയോ ഈ രണ്ടിലൊന്ന് സംഭവിച്ചാൽ അപ്പോൾ തന്നെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒഴിയേണ്ടി വരും. അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ
നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞതുപോലെ ശ്രീ പിണറായി വിജയന് പാർട്ടി ഘടകങ്ങളെ മുഖത്ത് നോക്കി പറയാൻ പാകില്ല. പാർട്ടി നേതൃത്വത്തിന് ഇക്കാര്യം പിണറായി വിജയൻ ഒഴിഞ്ഞില്ലെങ്കിൽ അത് കീഴ്ഘടകങ്ങളെ വിശ്വസിപ്പിച്ചെടുക്കാനും ഒരു തരത്തിലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായൊരു കോംപ്രമൈസ് എന്ന നിലയിൽ തൽക്കാലം വീണ വിജയൻ ഈ കേസിൽ പ്രതിയായാൽ വീണ വിജയനെ എങ്ങാനും തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ വ്യക്തമായ തെളിവുകളുടെ സാന്നിധ്യത്തിൽ ഇ.ഡി. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രതിപട്ടികയിൽ ചേർക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ ഒഴിഞ്ഞു തന്നെ നിൽക്കേണ്ടി വരും. അതിലൊരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല.